നെല്ലിക്ക വാങ്ങിക്കുന്ന സമയത്ത് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ള. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഒരുപാട് പേർക്ക് അറിയുന്നതും ആയിരിക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കിലോളം നെല്ലിക്കയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് കഴുകിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടില്ല. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് നെല്ലിക്ക ഇങ്ങനെ വിണ്ട് കീറിയിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയിൽ ചെയ്യുമ്പോൾ കുറേ ദിവസം കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മൾ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ 3-4 ദിവസം കഴിയുമ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അപ്പോൾ ഞാൻ കാശ്മീരി എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. നമ്മളിങ്ങനെ വേവിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടും ഇതേ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. എല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ലാസ്റ്റ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കേടായി പോവും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ചേർക്കുകയാണ്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതൊന്ന് കട്ടിയായിട്ട് വരും വിനാഗിരി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്ന സമയത്ത് ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ലെണ്ണേക്കാളും ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന അച്ചാർ. എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ജാൻസ് കൺവെർജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്